ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ചത്. ആ നൂറിനെ സൃഷ്ടിച്ചിട്ട് ആ നൂറിൽ നിന്നാണ് സകലമാന വസ്തുക്കളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത്. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അല്ലാഹു സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഓ ആദമേ, അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിച്ചോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, സയ്യിദവറുകൾ ഇവിടെ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങൾ ആരാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം നിങ്ങൾക്കറിയണോ? എന്റെ വല്ലം പ്രദേശത്ത് താമസിക്കുന്ന സത്യവിശ്വാസികളെ, ചെറുപ്പക്കാരെ, എന്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഹബീബായ നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം ആ നൂറ് സൃഷ്ടിച്ചു. ആ നൂറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു. ആദം നബിയോട് അല്ലാഹു പറഞ്ഞല്ലോ, ലാ തഖറബ ഹാദിഹി സജറ, ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്തു പോകരുതോ. ആദം നബിയെ ദില്ലത്തിലാക്കി, ആദം നബിയെ ശൈത്താൻ ദില്ലത്തിലാക്കി. ആദം നബി പഴം കഴിച്ചുപോയി. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, 300 വർഷങ്ങളോളം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. പക്ഷെ റബ്ബ് പുറത്തു കൊടുത്തില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഇസ്തിഗാസ സഹായം തേടുകയാണ്. യാ റബ്ബി യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് പൊറുക്കപ്പെടണമെന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയപ്പോൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്മാരൊരിക്കലും തെറ്റ് ചെയ്യുന്നവരല്ല, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് വരികയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും കാരുണ്യമാണ് നബി മുഹമ്മദിനിൽ മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദിനിൽ മുസ്തഫ. ഇബ്രാഹിം നബിക്ക് കാരുണ്യമല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ അല്ലാഹു പറഞ്ഞില്ലേ, യാ നാറു കൂനി ബർദൻ വസലാമാ. ഓ തീയെ, ഇബ്രാഹിം നബിക്ക് തണുപ്പാകണം. തീയെ, ഇബ്രാഹിം നബിക്ക് തണുപ്പാകണം. ഇബ്രാഹിം നബിക്ക് ഒരിക്കലും ഈ ചൂടുകൊണ്ട് ഒരു രോമം പോലും കരിയരുതെന്ന് തീയോട് അല്ലാഹു പറഞ്ഞെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ആരംഭപ്പുവായ കരളിന്റെ കാതൽ, ജീവന്റെ തുടിപ്പ് അല്ലാഹുവിന്റെ ഹബീബ് മുത്തൊളി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ഈമാനും പൂർണ്ണമല്ല. ഹബീബായ തങ്ങൾ നമ്മോട് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഓതി വെച്ച ഹദീസ് ഉണ്ട്, അന ഹബീബുല്ലാഹ്, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഫമൻ അറാദ അൻ യകൂന ഹബീബൻ ലിൽ ഹബീബ, ആരെങ്കിലും ഹബീബിന്റെ ഹബീബാകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ അഹ്ലു ബൈത്തിൽപ്പെട്ട സാദാത്തുക്കൾ ഒരുക്കിയ മജ്ലിസാണിത്. ഇത് വളരെ മഹത്വമുള്ള മജ്ലിസാണ്. ഇത് ഇൽമിന്റെ വേദിയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഫമൻ അറാദ അൻ യകൂന ഹബീബൻ ലിൽ ഹബീബ,
ആരെങ്കിലും ഹബീബിന്റെ ഹബീബാകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ, മുത്തുനബിയുടെ ഹബീബാകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നു എങ്കിൽ ഹബീബായ തങ്ങൾ പറയുന്നു ഫൽയുക്സിർ മിനസ്സലാത്തി അലൽ ഹബീബ, എൻ്റെ മേലിൽ സ്വലാത്തുകൾ ചെല്ലുന്നവർ, എൻ്റെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവർ, എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയുമായി അടുക്കുന്നവർ എൻ്റെ ഹബീബാണെന്ന് നബി മുഹമ്മദിനിൽ മുസ്തഫ, നബി മുഹമ്മദിൽ മുസ്തഫ. ആരെതിർത്താലും തകർക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ഉറവിടം ഹബീബ് നബി മുഹമ്മദിനിൽ മുസ്തഫ. പച്ചക്കുപ്പയ്ക്ക് താഴെ കിടന്നുറങ്ങുന്ന അഹ്ലു ബൈത്തിന്റെ നേതൃത്വം നബി മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ തങ്ങളുണ്ട്, ഉമറുൽ ഖത്താബ് തങ്ങളുണ്ട്. ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, യമനിന്റെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഖൈറുത് താബിഈൻ, താബിഈങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറാണെന്ന് കരളിന്റെ കാതൽ ജീവന്റെ തുടിപ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയെ കാണാതെ വലിയ മഹത്വം കിട്ടിയ മനുഷ്യൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, എന്നാൽ ഖൈറുത് താബിഈൻ, താബിഈങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവരാണ്. സഹാബത്ത് അന്വേഷിച്ചു, യമനിൽ ചെന്ന് അന്വേഷിച്ചപ്പോ ആ മനുഷ്യന്റെ പേര് ഉവൈസ് എന്നാണ്. പ്രിയമുള്ളവരെ, ഉവൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉവൈസ് തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, മുത്തുനബി പറയുകയാണ്, അറബ് ഗോത്രത്തിലെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് മനുഷ്യരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കാൻ രാജാതിരാജനായ റബ്ബ് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ ചെയ്ത അമലെന്താ? ഉവൈസ് തങ്ങളോട് ചെന്നിട്ട് ചോദിക്കുന്നു, അങ്ങ് ചെയ്ത അമലെന്താ? അങ്ങ് ചെയ്ത ഈ വലിയ അമലെന്താണെന്ന് ചോദിക്കുമ്പോ ഉവൈസ് തങ്ങൾ പറയുകയാണ്, ഉഹദിന്റെ രണാങ്കണത്തിൽ ആരംഭപ്പൂവായ ഹബീബ് മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്വഹാബി വസല്ലമ തങ്ങളുടെ പല്ല് നഷ്ടപ്പെട്ടില്ല സ്വഹാബാ. ആ സമയത്ത് മുത്തുനബിയുടെ പല്ല് ഉഹദിന്റെ രണാങ്കണത്തിൽ നഷ്ടപ്പെട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ? വഖദതുൽ അജ്റാ, ഒരൊറ്റ കല്ലെടുത്തിട്ട് ഞാൻ എൻ്റെ പല്ലുകൾ അടിച്ച് പിഴുതു കളഞ്ഞു സ്വഹാബാ. എൻ്റെ പ്രിയമുള്ള പെരുമ്പാവൂരുള്ള സത്യവിശ്വാസികളെ, ഇക്കാലമത്രയും ഞാനും നിങ്ങളും ജീവിച്ചിട്ട് ഹബീബായ തങ്ങൾക്ക് വേണ്ടി എന്താ സമർപ്പിച്ചിട്ടുള്ളത്? പ്രിയമുള്ളവരെ, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം തന്നില്ലേ, ആയുസ് തന്നില്ലേ, സൗഭാഗ്യങ്ങൾ തന്നില്ലേ, നല്ല സന്താനങ്ങൾ റബ്ബ് നമുക്ക് തന്നില്ലേ. എന്നാൽ ഇതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് മണ്ണറയാകുന്ന ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും തിരിക്കേണ്ടവരാണ് പ്രിയമുള്ളവരെ. എന്നാൽ മരിക്കുമ്പോ കാമിലായി ഈമാനോടുകൂടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമുക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാനോടുകൂടിയുള്ള മരണം സാധുക്കളായ നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും പ്രത്യേകമാക്കപ്പെട്ട മാസത്തിലാണ്, ശഅബാനിന്റെ ദിനത്തിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ തങ്ങൾ ഒരു ദിവസം മദീനയിൽ നിന്ന് സഹാബത്തും കൂടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഹബീബായ തങ്ങൾ ഒരു സ്ഥലത്ത് സുജൂദ് ചെയ്തു പോയി. അല്ലാഹുവിന്റെ ഹബീബ് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തു കഴിഞ്ഞ് ദീർഘനേരം സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങളെങ്ങാനും വഫാത്തായി പോയോ, റസൂല് വഫാത്തായി പോയോ? സഹാബത്ത് ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ആ സമയത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഹബീബായ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങെന്താണ് ഇത്രയും നേരം സുജൂദ് ചെയ്യാനുള്ള കാരണം? ആ സമയത്ത് മഹാൻ പറയുകയാണ്, ഞാൻ ഇത്രയും നേരം സുജൂദ് ചെയ്യാനുള്ള കാരണം, ഇന്ന
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബായ തങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സല്ലൈതു അലൈഹി, അവന്റെ മേൽ ഗുണം ചെയ്തോ എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്ത സമയമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ദീർഘനേരം സുജൂദിൽ കിടന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സാധുക്കളായ നാം ഹബീബായ തങ്ങളുടെ ഉമ്മത്താണ്. നമുക്ക് ശഫാഅത്ത് നൽകാൻ അല്ലാഹു അനുമതി കൊടുത്ത മാസമാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ശഅബാനു ശഹ്രി ശഅബാനു ശഹ്രി ശഅബാനു ശഹ്രി. ശഅബാൻ എൻ്റെ മാസമാണ്, എൻ്റെ മാസമാണ്, എൻ്റെ മാസമാണെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടൽ നബി മുഹമ്മദ് മുസ്തഫ, പച്ചക്കുബ്ബയ്ക്ക് താഴെ കിടന്നുറങ്ങുന്ന ജീവന്റെ തുടിപ്പായ ചങ്കിലച്ചോരയായ നബി മുഹമ്മദിനിൽ മുസ്തഫ, കാട്ടാനകളെയും കാട്ടരുവികളെയും ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും സൃഷ്ടിക്കാൻ കാരണക്കാർ ഒരു നേതാവേ ഉള്ളൂ. അത് ആമിനായുടെ പൊന്നോമന മക്കയുടെ പൂമണവാളൻ നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ കിട്ടിയ മാസമാണ്. സമയം കുറവാണ്, 10 മിനിറ്റ് സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മേൽ നിത്യം സ്വലാത്ത് ചൊല്ലുന്നവരാകണം, നല്ല മനുഷ്യനായി ജീവിക്കണം. നമ്മുടെ മക്കളെ ഹറാമിലേക്കോ അതേപോലെ മൊബൈലുകളുടെ പിന്നാലെ പോകുന്ന ഇന്റർനെറ്റിന്റെ പിന്നാലെ പോയി നമ്മുടെ മക്കളുടെ ആഖിറം നഷ്ടപ്പെടുത്തിക്കൂടാ. അതുവഴി മാതാപിതാക്കളുടെ ആഖിറവും നഷ്ടപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. നല്ല മനുഷ്യനായി ജീവിച്ചുകൊണ്ട് ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് വേണം. അള്ളാഹു നമുക്ക് ഈമാനോടുകൂടിയുള്ള മരണം സാധുക്കളായ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും അള്ളാഹു ഓശാരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ അഹ്ലുബൈത്ത്, ഇവിടെ ഒരുപാട് അഹ്ലുബൈത്ത് ഉണ്ട്. അള്ളാഹു എല്ലാ അഹ്ലുബൈത്തിനും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോൾ ഈമാനോടുകൂടിയുള്ള മരണം സാധുക്കളായ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിനീതിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി